ഹലോ, വെൽക്കം ടു മൈ ചാനൽ ദി എന്നിട്ട് എൻ്റെ പേര് നീരജ. താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റോപ്പിംഗ് ബൈ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഞങ്ങൾ പോണ്ടിച്ചേരിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത്, ഒരു ട്രിപ്പ് പോകുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മഴയും ഫ്ലഡും എല്ലാം വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ വരാൻ പറ്റില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത്. ബട്ട് താങ്ക്ഫുള്ളി ഞങ്ങൾക്ക് വരാൻ പറ്റി. ഞങ്ങൾ ഇന്ന് പോണ്ടിച്ചേരിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് സാറ്റർഡേ ആണ്. ഞങ്ങൾ ഇന്ന് പോണ്ടിച്ചേരിയിൽ എത്തി. ഇതുവരെ ഞങ്ങൾ പോണ്ടിച്ചേരിയിലേക്ക് വന്നിട്ടുള്ളപ്പോഴൊക്കെ ഞങ്ങളൊരു ഹോട്ടലിലും അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് താമസിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഫോർ എ ചേഞ്ച് ഞങ്ങളൊരു Airbnb എടുക്കാമെന്ന് തീരുമാനിച്ചു. ആൻഡ് ഐ കനോട്ട് ടെൽ യു ഹൗ ഹാപ്പി ഐ ആം അബൌട്ട് ദാറ്റ് ഡെസിഷൻ. എന്ത് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണെന്നറിയും. ഭയങ്കര ക്ലോസ് ടു MG റോഡ്. അത് വൺ ഓഫ് ദി മെയിൻ റോഡ്സ് ഇൻ പോണ്ടിച്ചേരി. ബീച്ചാണ് അവിടെ. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് ബീച്ച് കാണുമോ കേൾക്കുകയൊന്നും ചെയ്യില്ല. പക്ഷേ ബീച്ചിൻ്റെ വളരെ അടുത്തുള്ള എന്താ പറയുക, ഒരു വീടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി നടന്നാൽ മതി നമുക്ക് മെയിനായിട്ടുള്ള സെൻറ്ററിലേക്കൊക്കെ എത്താനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. നിങ്ങൾക്ക് വീട് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട്. ഇന്നിപ്പോൾ ലൈറ്റ് കുറവാണ്, വൈകുന്നേരം ആയതുകൊണ്ട്. പക്ഷേ ഈ ലൈറ്റിന് ഒരു ഭംഗിയുണ്ടല്ലോ, ഈ ഒരു മൂഡിനൊരു ഭംഗിയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഐ ഷോ യു ദ ഹൗസ്. വളരെ സൗകര്യം. കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പം എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും സൗകര്യമായിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം ഒരു വീട് മുഴുവനും നമുക്ക് സ്വന്തമായിട്ടുണ്ട്. നമ്മൾക്ക് ഞങ്ങൾ 3 നൈറ്റ്സ് ഉണ്ട്. അപ്പോൾ സാറ്റർഡേ സൺഡേ മൺഡേ നൈറ്റ് വരെ ഞങ്ങൾ 3 നൈറ്റ്സ് ആൻഡ് 4 ഡേയ്സാണ്. 4 ഡേയ്സ് ഇല്ല, ആക്ച്വലി ട്യൂസ്ഡേ രാവിലെ ഞങ്ങൾ നേരത്തെ പോകും. ഇവിടുന്ന് പോയി ഞങ്ങൾ പാലക്കാട്ടേക്കാണ് പോണത്. അതുകൊണ്ട് ട്യൂസ്ഡേ രാവിലെ നേരത്തെ പോകും. പക്ഷേ എന്നാൽ പോലും വലിയ നഷ്ടമില്ലാണ്ട് ഇപ്പം ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്തിന് ഇന്നത്തെ പ്രൈസ് വന്നിട്ട് മൊത്തം ഈ പറഞ്ഞ ഒരു 3 നൈറ്റ്സ് ആൻഡ് 4 ഡേയ്സിനുള്ളത് 22,000 റുപ്പീസാണ് ഞങ്ങളെല്ലാവരും കൂടെ താമസിക്കാനുള്ളത്. പക്ഷേ നിങ്ങൾക്കൊരു ഫുൾ വീട് വിത്ത് എയർ കണ്ടീഷണർ ആൻഡ് എവറിത്തിങ് എല്ലാം കിട്ടും. അപ്പം ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഡീൽ. ഞാൻ നിങ്ങൾക്ക് ഇപ്പം വീട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് കയറി വരുന്ന സ്ഥലം. കയറി വന്ന ഉടനെ നമുക്ക് കാണുന്നത് ഹാളാണ് ഇത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ആക്ച്വലി ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സിങ് ടേബിൾ പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ബുക്ക് ഷെൽഫും ഒക്കെ ഉണ്ട്. കുറച്ച് ബുക്സൊക്കെ ഉണ്ട് ഇതിനകത്ത്. ബുക്സ് എന്തൊക്കെയാണുള്ളതെന്ന് ഞാൻ നോക്കിയിട്ടില്ല അതുവരെ. നിങ്ങൾക്കൊരു റൈറ്റിംഗ് ടേബിളുണ്ട്. ഇവിടെ ഒരു ബെഡുണ്ട്. ഇത് പിള്ളേർ വന്ന് അലമ്പാക്കിയതാണ് കേട്ടോ. പക്ഷെ വളരെ നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഇരിക്കാനും സംസാരിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യമുള്ള സ്ഥലമാണ്. ദിസ് ഈസ് വാട്ട് ദ ഹാൾ ലുക്സ് ലൈക്ക്. ഐ ലവ് ദിസ് കോർണർ. എന്ത് രസമുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ കോർണർ. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു ഷെൽഫുണ്ട്, കുറേ സാധനങ്ങൾ. പിന്നെ ഇവിടെ ഇത്, പിന്നെ ഊഞ്ഞാൽ. പിള്ളേർക്കാണെങ്കിൽ ഈ ഊഞ്ഞാൽ കളിക്കാതെ അവർക്ക് ഇത് തന്നെയാണ്, ഊഞ്ഞാൽ കളിയാണ് അവരുടെ മെയിൻ ഇപ്പോഴത്തെ വന്നപ്പോൾ തൊട്ടിട്ട്. പിന്നെ ഇതാണ് കിച്ചൺ. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലത്തെ ഒരു സാധനം, അത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അത് കിച്ചൺ എന്നുള്ളത് ഇതാണ്. കിച്ചണിൻ്റെ ഇവിടെ ഇവർ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുമുണ്ട് കേട്ടോ. ലൈക്ക് നിങ്ങൾക്ക് അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെച്ചാൽ അതൊക്കെ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ ഇത് കണ്ടോ, ജ്യൂസറുണ്ട്, ടോസ്റ്ററുണ്ട്, അവനുണ്ട്. യു ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് അവൈലബിൾ. പാത്രങ്ങളും പ്ലേറ്റും കപ്സും ഒക്കെ ഉണ്ട്. ദർ ഇസ് ഇവൻ എ റെഫ്രിജറേറ്റർ. പിന്നെ ഇങ്ങനെ ഒരു കൗണ്ടറുണ്ട് വേർ യു ഹാവ് ടോസ്റ്റേഴ്സ് ഇൻ കെറ്റിലും റൈസ് കുക്കറും ജ്യൂസറും എല്ലാം ഉള്ളതാണ്. പിന്നെ എനിക്ക് വേറെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത്, ഡൈനിങ് ടേബിൾ ഏരിയ. പിന്നെ ഇതാണ് നിങ്ങൾ ബെഡ്റൂമിലേക്ക് കയറി പോകുന്ന സ്ഥലമാണ്. ഇതാണ് ബാത്റൂം. ഞാൻ ബാത്റൂം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ് ബാത്റൂം. സോ നിങ്ങൾക്ക് ടവൽസും ഒക്കെ അവർ അവൈലബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. യു ഹാവ് എ മിറർ ഹിയർ, യു ഹാവ് എ ബാത്ത് ടബ്. എനിക്ക് പക്ഷേ ബാത്ത് ടബ് പേടിയാണ് കേട്ടോ.
ഞാൻ ആദ്യം ഇടയ്ക്കൊരു ദിവസം ഇടയ്ക്കൊരു കാലത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു ബാത്ത് ടബിൽ കുളിച്ച് നോക്കണം എന്നൊക്കെ. പക്ഷേ ഒരു വട്ടം കുളിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്കതത്ര എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല എന്നുള്ളത്. ദിസ് ഇസ് ദ ബാത്റൂം. അത് കഴിഞ്ഞാൽ ഇതാണ് ബെഡ്റൂമിലേക്ക് ഒരു സ്ലൈഡിങ് ഡോറാണ്. ഭയങ്കര രസമുള്ളൊരു സ്പേസാണ് കേട്ടോ. ആണോ എന്തൊരു വലുപ്പമാണ് നോക്കിയേ. ഈ കർട്ടൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി തുറന്നിടാൻ പറ്റും. സോ ദാറ്റ് ഇറ്റ് ലുക്സ് ലൈക്ക് വൺ ഫുൾ സ്പേസ്. അപ്പോൾ ഇവിടെ ഒരു ബെഡുണ്ട്. ഇതൊരു വേറൊരു റൂമാണ്. ഈ റൂമിൽ ഇവിടുത്തെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പൂച്ചയുണ്ട്. ജിജി എന്നാണ് ആ പൂച്ചയുടെ പേര്. ആ പൂച്ച താമസിക്കുന്ന റൂമാണത്. താമസിക്കുന്ന റൂമൊന്നല്ല, പക്ഷെ അതിന് ആക്സസ് ഉള്ള റൂമാണ്. അത് പൂട്ടിയിട്ടുള്ള റൂമാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് ആക്സസ് ഇല്ല. അപ്പോൾ ഇതാണ്, ഇവിടെ ഒരു ബെഡുണ്ട്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് ഒരു കഫേയാണ്. ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നതും അതും ഇതുമൊക്കെ കാണാൻ പറ്റും. അവർക്ക് നമ്മളെയും കാണാൻ പറ്റും. അതുകൊണ്ട് പിന്നെ പറഞ്ഞതുപോലെ ഇതാണ് ബെഡ്. പിന്നെ അവർ വളരെ സ്മാർട്ടായിട്ട് ചെയ്തിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഉണ്ടോ ഇങ്ങനത്തെ ഷെൽഫുകൾ ഉള്ളതാ. അപ്പോൾ അതിനകത്ത് അവർ കേർട്ടൻസ് ഇട്ടിട്ട് അത് മറച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. അപ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ വീണ്ടും വീഡിയോ പിന്നീട് വ്ളോഗ് ചെയ്യാനായിട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ ജസ്റ്റ് കുറച്ച് വീഡിയോ ക്ലിപ്സ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ 2023 ഞങ്ങൾ പോണ്ടിച്ചേരി പോയപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ. ഞാൻ അന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് വലിയ കാര്യത്തിൽ എഡിറ്റൊക്കെ ചെയ്തിരുന്നു. വോയിസ് ഓവറും ഒക്കെ ഇട്ടിട്ട് റെക്കോർഡെല്ലാം ചെയ്തിരുന്നു. പക്ഷേ എന്തൊക്കെയോ സാങ്കേതിക തകരാറുകൾ കാരണം കൊണ്ട് അന്ന് ആ വ്ളോഗ് എനിക്ക് ഇടാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് അധികം ആലോചിച്ചില്ല. കഴിഞ്ഞ വർഷം ഞാനിവിടെ യൂട്യൂബിൽ അധികം വീഡിയോസ് അപ്ലോഡ് തന്നെ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അത് അങ്ങനെ പോയി. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ പോണ്ടിച്ചേരി എക്സ്പ്ലോർ ചെയ്യുന്ന കുറച്ച് വീഡിയോസാണ്. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ പോണ്ടിച്ചേരി. എനിക്ക് എപ്പോഴും ഇടയ്ക്ക് എനിക്ക് പോകണം എന്ന് തോന്നാറുള്ള ഒരു സ്ഥലമാണ് പോണ്ടിച്ചേരി. ഇത് മഹാത്മാഗാന്ധി സ്റ്റാച്യു ആണ്. ഇതാണ് MG റോഡ് അവിടുത്തെ. ഇതിൻ്റെ തൊട്ട് പിന്നാലെ കാണുന്നത് ബീച്ചാണ്. ആ ഹൊറൈസണൊക്കെ എന്ത് രസമാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണത്. പിന്നെ ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റാണ്. ഞങ്ങൾ അവിടുന്ന് എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ അന്ന് മേടിച്ചിരുന്നു. ഒരു ചെരുപ്പൊക്കെ മേടിച്ചിരുന്നു. നല്ല അടിപൊളി ഡീലായിരുന്നു. 500 രൂപ എന്തുകൊണ്ടാണ് ഉണ്ടായിരുന്നത് ആ ചെരുപ്പിന്. പക്ഷെ അത് ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് ഓടുന്നുണ്ട്. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാ കടകളിലും ഒരുപോലത്തെ സാധനങ്ങളാണ്. പക്ഷേ എന്നാലും കണ്ടല്ലേ ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ബാഗുകളും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല രസമുള്ള സ്ഥലം. അതായത് ഇതൊരു പഴയൊരു എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എന്ത് ഇതായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇറ്റ് വാസ് എ ഓൾഡ് സ്ട്രക്ചർ. അതിനകത്താണ് അവരിങ്ങനെ ഒരു എക്സിബിഷൻ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാർക്കറ്റോ ഫെയർ പോലെ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അടുത്തുള്ള വില്ലാശാന്തിയിൽ കഴിക്കാൻ പോയി. പക്ഷേ ഭയങ്കര പൈസയും കൂടുതൽ കൊടുത്തു. വയറ് നിറഞ്ഞതും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പിന്നെ നമ്മൾ പോണ്ടിച്ചേരി പോകുന്നത് തന്നെ ഈ ബീച്ചിനും ഈ വ്യൂവിനും വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഈ ബീച്ചിൽ നമുക്ക് ആക്ച്വലി ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ചുറ്റും ഈ MG റോഡിൻ്റെ ചുറ്റും നടക്കാമെന്നുള്ളതല്ലാണ്ട് നമുക്ക് ബീച്ചിലേക്ക് ആക്ച്വലി ഇറങ്ങാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു അവിടോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതെന്താ കാര്യം എന്ന് എനിക്കറിയില്ല. വേറെ ബീച്ചസ് ഉണ്ട്, പക്ഷേ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇറങ്ങാം. ഇതിപ്പോൾ വൈകുന്നേരം ആവാറായി. അപ്പോഴത്തേക്കും എൻ്റെ മോൾക്ക് ഈ ബബിൾസ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. എവിടെ വെച്ച് കണ്ടാലും ശരി, എത്ര ടോയ്സ് കൊടുത്താലും ശരി, അവൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അവൾ ഇത് വേണം എന്നാണ് പറയുക. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. പക്ഷെ പണ്ട് ഈ ഒരു പ്രായത്തിലുണ്ടല്ലോ, ഈ വീഡിയോ ഒക്കെ എടുത്തിരുന്ന പ്രായത്തിൽ ശരിക്കും അങ്ങനെയായിരുന്നു. അവൾക്ക് ആ ബബിൾസ് കിട്ടിയ അവൾക്ക് അത് മാത്രം മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് പോയത് ഈ ക്രിസ്മസിൻ്റെ സമയത്തായതുകൊണ്ട് അവിടെ കുറേ ക്രിസ്മസ് മാർക്കറ്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന എയർബിഎൻബിയുടെ തൊട്ട് താഴെയുള്ളൊരു കടയാണിത്. അടിപൊളി ക്രിസ്മസ് ഡെക്കറേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതെല്ലാം ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വീണ്ടും വരുന്നത് വരയ്ക്കും ടാറ്റ ബൈ ബൈ.